ഹലോ വിവേസ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? സ്വർണ്ണവില ഗ്രാമിൻ്റെ മുകളിൽ ഇന്ന് കൂടിയിട്ടുണ്ട്. 6425 ഗ്രാമിനെത്തി. അതുപോലെ പവനാണെങ്കിൽ 51,400 എത്തി. ഇങ്ങനെ പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇനിയും കൂടുന്നതാണ്. ഇന്നത്തെ പ്രത്യേകത ഞാൻ പറയാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഗോൾഡിൻ്റെ റേറ്റ് കൂടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റേറ്റിനും അതുപോലെ കുറഞ്ഞ സമയത്താണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ കുറഞ്ഞ സമയത്തും കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബുക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്തോ, മനസ്സമാധാനമായിട്ട് ടെൻഷൻ ഇല്ലാണ്ട് നിങ്ങൾക്ക് വീട്ടിലിരിക്കാം. ഓക്കെ, അതുകൂടാണ്ട് ഒരു കാര്യം കൂടി പറയാം. എന്താന്ന് പറഞ്ഞാൽ ഇന്ന് സഫർ 3 സഫർ 3 എന്ന് പറയുമ്പോഴേക്ക് നിങ്ങൾക്കറിയാം, നമ്മളെ പൂർവികർ തൊട്ട് പഴയ തലമുറ നമ്മുടെ ഉമ്മമാർ ഒക്കെ നമ്മളോട് പറഞ്ഞിട്ടുള്ള അറിവാണ്. സഫർ മാസത്തിൽ സ്വർണ്ണം എടുത്തെങ്കിൽ ഭയങ്കര ബർക്കത്ത്, അതായത് ഭയങ്കര എന്താ പറയുക, സമ്പത്ത്, സ്വർണ്ണക്ക് ഇങ്ങനെ കുന്നുകൂടും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുള്ള ഒരു അറിവ് നമുക്കുണ്ട്. അപ്പോൾ അതുകൂടാണ്ട് സഫർ മാസത്തിലാണ് കൂടുതൽ ആൾക്കാർ കാത് കുത്തുന്നത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ സഫർ മാസത്തിൽ നമ്മളിവിടുന്ന് കാത് കുത്തുമ്പോഴേക്ക് അത് സഫർ മാസമായാലും അല്ലെങ്കിലും നമ്മൾ ഷോറൂം 6 ഇയേഴ്സിൻ്റെ മുകളിലായി ഇവിടെ ഓപ്പൺ ആയിട്ട് ആൻറ്റി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. അന്ന് മുതൽ ഇന്ന് വരെ നമ്മളെ കൊച്ചുമക്കൾക്ക് കാത് കുത്തുന്നത് തികച്ചും ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. 1 രൂപ പോലും കാശ് വാങ്ങാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, ഈ ഒരു സമയം നിങ്ങൾ ചൂസ് ചെയ്തോ. എന്താ, സഫർ മാസത്തിൽ ചെറിയ കാശിന് നിങ്ങൾക്ക് സ്വർണ്ണം വേണം. 3500 നമുക്ക് ഇയർ ഡ്രോപ്സ് എടുത്തെങ്കിലാ. അതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്ന ഐറ്റംസ്. അതും നമ്മളെ കൊച്ചുമക്കൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനും നമുക്ക് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് സ്റ്റഡ് ആയിട്ട് അങ്ങനത്തെ കളക്ഷൻസ് നേരെ നമുക്ക് നമ്മളെ കളക്ഷൻസിൽ പോകും. അപ്പോൾ സഫർ മാസത്തിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഗോൾഡാണ് ഇന്ന് നാം നിങ്ങൾക്ക് പരിചയപ്പെടുന്ന ഐറ്റംസ്. അടിപൊളി സാധനമാണ്, വെറൈറ്റിയാണ്. പ്രത്യേകിച്ചിട്ട് ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും ഒരു വേർത്ത് തന്നെയാണ്. വെറുതെ നിൽക്കുന്ന സമയത്ത് ഈ ഒരു 3500 ഉണ്ടല്ലേ, എന്തായാലും മാഷാ അല്ലാഹ് സഫർ മാസമല്ലേ, ഒരു സ്വർണ്ണം വാങ്ങിയിട്ട് വെച്ചേക്കാം. എന്തേ, അവിടെ ഒരു 3500 സാധനം കിട്ടുന്നുണ്ടല്ലോ, നോക്കാം ഇയാൾ പറഞ്ഞ് ശരിയാണെന്നൊക്കെ നോക്കാം. അടുത്ത സഫർ ആകുമ്പോഴേക്ക് വീണ്ടും സ്വർണ്ണമൊക്കെ കിട്ടായിരിക്കും എന്നൊക്കെ നമുക്കൊരു ചിന്ത വരുന്നില്ലേ. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. ഓക്കെ, 3500 മുതൽ നമ്മൾ നിങ്ങൾക്ക് സ്വർണം ഇങ്ങനെയുള്ള സാധനം തരും. അതുകൂടാണ്ട് കൊച്ചു കുട്ടികളെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന റിങ് ഒക്കെ ഉണ്ടല്ലോ, 1200 500 ഒക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് സ്റ്റഡ് ഉണ്ടല്ലോ, അതൊക്കെ 2600 കിട്ടുന്നുണ്ട്. അപ്പോൾ ചെറിയ കാശ് കൊടുത്തിട്ട് സ്വർണ്ണം വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും മനസ്സിൽ കാണേണ്ട ഒറ്റൊരു ചിന്ത മാത്രമേ ഉള്ളൂ, ഒറ്റ സ്ഥാപനം മാത്രമേ ഉണ്ടാവും. അത് നമ്മൾ ആൻറ്റി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആയിരിക്കും. സംശയം വേണ്ട. നമ്മൾ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കളക്ഷൻസുകൾ നമ്മൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് നമ്മളെ കാസർഗോഡ് ആൻറ്റി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ വരണം. ഇൻഷാ അല്ലാഹ് 2 മന്ത് കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ മംഗലാപുരത്തിൽ വരുന്ന ഒരുപാട് കസ്റ്റമർ നമ്മളിവിടെ ഉണ്ടാവും. ഒരുപാട് വ്യൂസ് ഉണ്ട് മംഗലാപുരം മാത്രം. അപ്പോൾ നിങ്ങളെ തൊട്ടടുത്ത് തന്നെ തൊക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഇൻഷാ അല്ലാഹ് 2 മന്തിനുള്ളിൽ അവിടെയും വരും. അപ്പോൾ നിങ്ങൾ സമാധാനമായിട്ട് നിങ്ങൾ കാസർഗോഡ് വരാണ്ട് അവിടെ നിന്ന് എൻ്റെ സാധനം എടുക്കുക. ഓക്കെ, എന്തായാലും ഞാൻ അങ്ങ് കൂടി അങ്ങ് കയറി പോകുന്നില്ല. പക്ഷേ ഇന്നത്തെ ഒരു കാര്യം എനിക്ക് പറയാണ്ടിരിക്കാൻ കഴിയില്ല. എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ കെബീർ ചാൻ എനിക്ക് ഇന്ന് മിസ്സായിട്ടുണ്ട്. എന്തുകൊണ്ട് പറഞ്ഞെങ്കിൽ, കെബീർ ചാൻ ഗോൾഡിൻ്റെ റേറ്റ് ഇന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്താണ് പുള്ളി ഇവിടെ ഉണ്ടെങ്കിൽ എന്നോട് പറയട്ടിനോ, എന്ത് പറയട്ടിനോ, ചിന്തിച്ചോക്കെ. ഞാൻ പറഞ്ഞിട്ടേ ആഷിഫേ വില കൂടും കൂടിയില്ലേ എന്ന് പറയട്ടെ. പക്ഷേ പുള്ളീനെ ഇന്ന് മിസ്സായി. അതായത് പുള്ളീനും ഞാനും ഇങ്ങനെ പറയും, ഞാൻ പറയും വില കുറയും വിചാരിച്ചാൽ വില കുറയും. പുള്ളി പറയും കൂടും പക്ഷെ ഇന്ന് കൂടി. അപ്പോൾ പുള്ളി പറയട്ടെ, കണ്ട ഞാൻ പറഞ്ഞിട്ട്. എന്തായാലും നമുക്ക് എല്ലാവർക്കുള്ള ആഗ്രഹം എന്ന് പറഞ്ഞെങ്കിൽ വില കുറയാൻ തന്നെയാണ്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നത് വില കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. 90% വില കൂടാനും 10% വില കുറയാൻ ചാൻസ് ഉള്ളൂ. നിങ്ങൾ ബുക്ക് ചെയ്തോ. നേരത്തെ പറഞ്ഞ പോലെ ടെൻഷൻ ഇല്ലാണ്ട് വീട്ടിലിരിക്കാമല്ലോ. ഒക്കെ ഇതെങ്കിലും സ്വർണ്ണം എടുക്കേണ്ട ആൾക്കാർ തന്നെ എന്തെങ്കിലും ആയിട്ട് സ്വർണ്ണം എടുക്കേണ്ടി വരും, എപ്പം കയറ്റും. എന്താ, വീണ്ടും നമുക്ക് കളക്ഷൻസിൽ തന്നെ പോവാം. പിന്നെ അടിപൊളി സാധനമാണിത്, കണ്ടില്ലേ, ലൈറ്റ് വെയിറ്റിൽ വരുന്ന സിമ്പിളാണ്, പക്ഷെ നല്ല ക്യൂട്ടാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകം പറയേണ്ട കാര്യം. നല്ല ക്യൂട്ടായിട്ടുള്ള അതിരസകരമായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള കളക്ഷൻസ് നമുക്ക് ഏത് സൈഡിൽ നിന്നാണ് തുടങ്ങുന്നത്? ഈ ഒരു സൈഡിൽ നിന്ന് തുടങ്ങാം. 3500 തൊട്ടാണ് നമ്മൾ ഇന്നത്തെ കളക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഇതൊക്കെ ആ റേഞ്ചിൽ വരുന്ന ഐറ്റംസ് അല്ല. ഇതിന് കുറച്ച് കാശ് കൂടുതലായിരിക്കും. കാരണം പറഞ്ഞാൽ ഇതിൻ്റെ തൂക്കം കൂടുതലാണ്, അതുകൊണ്ടാണ് കാശ് കൂടിയത്. അപ്പോൾ ഇതിൽ തന്നെ ഒരുപാട് വെറൈറ്റി ഡിസൈനാണ് നിങ്ങൾക്ക് ഇതിൽ കാണുന്നുള്ളതാണ്. ഈ ഒരു ഡിസൈനൊക്കെ നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. പണ്ട് ഇതിന് പിന്നെ പേരിട്ട് തത്തക്കൂട് ഇതൊക്കെ പറയുന്നത് അല്ലടാ,
തത്തക്കൂട് എന്നൊക്കെ പറയും. പക്ഷെ അത് ഫുൾ കവറിങ്ങുള്ള സാധനമാണ്. ഇപ്പം തത്തക്കൂടിൻ്റെ പകുതിയിലുള്ളൂ, പകുതി കട്ടുകൊണ്ട് പോയി തോന്നുന്നു അല്ലേ. നല്ലുണ്ട്, പക്ഷെ നല്ല രസമാണ് കാണാൻ, വളരെ ക്യൂട്ടായിട്ടുള്ള സാധനം. ഇതിൻ്റെ തൂക്കം എന്ന് പറയുമ്പോഴൊക്കെ യെസ് 2 ഗ്രാം, 2 ഗ്രാമാണ് വരുന്നത് കേട്ടോ. 2 ഗ്രാമിൻ്റെ സാധനമൊക്കെയാണോ ഇയാൾ 3600 തരുന്നത് ചോദിച്ചേക്കല്ലേ, അതൊന്നല്ല കേട്ടോ, അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ അത് 2 ഗ്രാം തന്നെയാണ് ഇതും വരുന്നുള്ളത്. ഇത് നമുക്കൊരു 1.5 ഗ്രാമിൻ്റെ അടുത്ത് വരും. ഓക്കെ, നല്ല രസമാണ്, അടിപൊളി സാധനം. പിന്നെ ഇവിടെ കാണുന്ന സാധനം കണ്ടേ നിങ്ങൾ, കാണുക, ഇതൊക്കെ വരുന്നുള്ളത് 600 മില്ലി 700 മില്ലി ഒക്കെ വരും. 1 ഗ്രാമിൻ്റെ ചുവടെയാണ് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് കളക്ഷൻസ് കാണും. ഇതൊക്കെ 1 ഗ്രാമിൻ്റെ ചുവടെ വരുന്ന 600 800 700 550 അങ്ങനെയുള്ള മില്ലികൾ വരുന്ന ഐറ്റംസാണ്. എന്താ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 800 മില്ലിയാണ് ഇത് വരുന്നുള്ളത്. അതുപോലെ ഇവിടെ ഒരു കൂടുണ്ട്, ഈ കൂടിൻ്റെ തൂക്കം വരുന്നുള്ളത് 1 ഗ്രാം 800 മില്ലിയാണ്. 1 ഗ്രാം 800 മില്ലി. ഇതുപോലെ ഇതൊന്ന് കാണാം നിങ്ങൾക്കിടെ, അടിപൊളി സാധനം ഉണ്ടോ. അപ്പോൾ നല്ല കളക്ഷൻസ്, നല്ല വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ്, നല്ല ക്യൂട്ടായിട്ടുള്ള കളക്ഷൻസാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ഐറ്റംസ്. ഇതൊക്കെ എങ്ങനെയുണ്ട് നോക്കിയത്, നല്ല ഉണ്ടല്ലേ. അതൊക്കെ 1 ഗ്രാമിൻ്റെ മുകളിലുണ്ട് കേട്ടോ, 1.5 ഗ്രാം 2 ഗ്രാമിൻ്റെ അടുത്ത് വരുന്ന ഐറ്റംസ്. അതുപോലെ തന്നെ 700 മില്ലിയൊക്കെയാണ് ഇത് വരുന്നുള്ളത്, 700 മില്ലിയാണ് ഇത് വരുന്നുള്ളത്. അതുപോലെ ഈ ഒരു കളക്ഷൻസ് കണ്ടില്ലെങ്കിൽ നല്ല രസമുണ്ടല്ലേ, 870 മില്ലി അത് തൂക്കമുള്ളൂ. പക്ഷേ അടിപൊളി സാധനം. അതുപോലെ 700 മില്ലിൻ്റെ വീണ്ടും ഒരെണ്ണം. അപ്പോൾ ലൈറ്റ് വെയിറ്റിൽ സിമ്പിളാണ്, പക്ഷെ നല്ല രസമുള്ള അടിപൊളി സാധനം കേട്ടോ, സൂപ്പർ ഡിസൈൻ. ഇതാണ് 2 ടൈപ്പിൽ യൂസ് ആക്കാം. ശരിയാണ്, 2 ടൈപ്പിൽ യൂസ് ചെയ്യാം. അതായത് അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മളെ സുധീഷ് കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ പറഞ്ഞു തരാം. 2 സൈസ് ടൈപ്പിൽ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞ കാരണം ഈ ഒരു സാധനം കണ്ടില്ല, ഇത് നമുക്ക് ഇവിടെ ഫിക്സ് അല്ല ഇത് ഫിക്സ് ആണോ? അല്ല, ഇത് ഫിക്സ് അല്ല. ഇത് നമുക്ക് സ്റ്റഡുമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, സ്റ്റഡ് മാത്രമായിട്ട് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ പാർട്ടിയിൽ പുറത്തൊക്കെ നമ്മളെ മക്കൾ കൊണ്ടുപോകുമ്പോൾ എന്താക്കുക, ഈ സാധനം കൂടി ഇട്ട് കൊടുക്കുക അതിലേക്ക്. ഓക്കെ, അങ്ങനെ 2 ടൈപ്പിൽ യൂസ് ചെയ്യാം. നിങ്ങൾ നോക്കിയാൽ മതി, കാണുന്നില്ലേ. ഇപ്പോൾ ഇത് സ്റ്റഡ് മാത്രമായിട്ട് നമ്മൾ ഇട്ട്, ഇനിയിപ്പോൾ നമ്മൾ പുറത്തല്ല കുഞ്ഞിനെ കൊണ്ടിട്ടല്ല പുറത്ത് പോകുന്ന വിചാരിച്ചു. കുഞ്ഞെന്ന് പറഞ്ഞാൽ കുട്ടി, നമ്മളെ മക്കൾ, നമ്മളെ ബേബീസ്, അവർ കൊണ്ട് പുറത്ത് പോകുന്ന സമയത്ത് എന്താക്കുക, ഇത് കൂടി ഇടാം. അപ്പോൾ അങ്ങനെ 2 ടൈപ്പിൽ യൂസ് ചെയ്യാം. എൻ്റെ തൂക്കം വരുന്നുള്ളത് 880 മില്ലിയാണ് വരുന്നത്. കണ്ടില്ലേ, 2 എണ്ണം കുടിച്ച് വരുന്നത് 880 മില്ലി. അടിപൊളിയല്ലേ, ഒരെണ്ണം മുകളിൽ കിടക്കുന്നുണ്ടല്ലോ. ഓക്കെ, 880 മില്ലിക്ക് എന്തും കൊണ്ടൊരു വേർത്ത് തന്നെയാണല്ലേ, നല്ല രസമുണ്ട് കേട്ടോ, അടിപൊളി സാധനം. ഓക്കെ, ഈ ഒരു സാധനം കൂടി ഒന്ന് എടുക്കണമെന്നുണ്ടതിന് ഇത് 2 ടൈപ്പിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. 1 ഗ്രാം 300 മില്ലിയാണ് ഇതുള്ളത്. ഇത്ര വലിയ സാധനം കേട്ടോ, ബിഗ് സൈസാണ് കാണാൻ. 1 ഗ്രാം 300 മില്ലി ഇത് തൂക്കം വരുന്നുള്ളൂ. ഇത് എടുത്തിട്ട് ഈ ഒരു കാമൽ മാത്രമായിട്ട് ഇടാം, മറ്റേ ചാലിലിടാം. അങ്ങനെ 2 ടൈപ്പിൽ ഇതും യൂസ് ചെയ്യാം. 1 ഗ്രാം 300 മില്ലിയൊക്കെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കളക്ഷൻ നല്ലുണ്ട്. ഡെയിലി വെറൈറ്റി യൂസ് ചെയ്യാൻ പറ്റും, ഒരു ഡാമേജും വരല്ല, ഷുവറാണ് ഈ ഒരു ഐറ്റം. ഓക്കെ, നല്ല രസമുള്ള സാധനം, നല്ലുണ്ട്, നല്ല ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, തത്തമ്മക്കൂട് എന്നുള്ള പറഞ്ഞ ഐറ്റംസ് ഉണ്ടല്ലോ, അതായത് ഈ സാധനം ഇതിപ്പോൾ ഉള്ളത് എത്ര അറിയാം. ഇത് നമുക്ക് ഈ ഒരു സാധനം മാത്രമായിട്ട് ഇടാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പരിപാടിക്കൽ പോകുന്ന സമയത്ത് ഇത് മാത്രം കുഞ്ഞിനിട്ട് കൊടുത്താൽ മതി, കുഞ്ഞുമീൻ കുട്ടിക്ക്. ഓക്കെ, 1 ഗ്രാം 800 മില്ലിയാണ് ഇത് തൂക്കം വരുന്നത്, കണ്ടില്ലേ, 1 ഗ്രാം 800 മില്ലി. അടിപൊളി സാധനം. ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ തന്നെ കുറച്ച് പിടിച്ച് നിൽക്കണ്ട, നെക്സ്റ്റ് പേഡിലേക്ക് നമുക്ക് പോവാം. നെക്സ്റ്റ് പേഡ് വരുമ്പോഴേക്ക് ഇവിടെയുണ്ട്, ഇവിടെ കാണാം നിങ്ങൾക്ക്. ഇതൊക്കെ തൂക്കം വരുന്നുള്ളത് 700 മില്ലി 800 മില്ലി 600 മില്ലിയൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ എന്ത് രസം നോക്കി, ഇത് ഫിനിഷിങ് അല്ല, അടിപൊളി സാധനം. 500 മില്ലിയാണ് ഇത് വരുന്നുള്ളത്, 500 മില്ലിക്ക് നല്ലുണ്ട്. ബണ്ട് കെട്ട് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ പണ്ടേ അല്ലേ, ബന്ത് കെട്ട് എന്നല്ലേ, ബന്ത് കെട്ട്, ആ ഒരു ടൈപ്പിൽ വരുന്ന ഐറ്റംസ്. പിന്നെ ഇത് ഇവിടെ കാണാം നിങ്ങൾക്ക് 840 മില്ലി 830 മില്ലിൻ്റെ ഐറ്റംസൊക്കെ ഇവിടെയും കാണാം. കണ്ട 700 മില്ലിൻ്റെ കളക്ഷൻസ് ഇത് ഇവിടെ കാണാൻ പറ്റും, 700 മില്ലി അതല്ലേ. 500 മില്ലിൻ്റെ കളക്ഷൻസ് ഇത് ഇവിടെ കാണാം. ഇത് എത്ര 500 മില്ലിയാണ് ഇത് വരുന്നുള്ളത്, ഉണ്ടല്ലേ. ഇത് വരുന്നുള്ളത് 400 മില്ലി, ഇത് 400, ഇത് 500, 500 400 400 500 അങ്ങനെയുള്ള കളക്ഷൻസ് ഇവിടെ വരുന്നുള്ളതാണ്. പിന്നെ 400 500 600 മില്ലിയൊക്കെ വരുന്നുണ്ട്. ഇത് കണ്ടല്ലേ, 700 മില്ലി ഉണ്ട് ഇതിൽ. ഇത് എത്രയുണ്ട്, 890 മില്ലി വരുന്നുണ്ട് ഇത് കേട്ടോ. പിന്നെ ഇതാ ഇവിടെ കാണാൻ പറ്റും, ഇതൊക്കെ വരുന്നുള്ളതാണ് 3500 സ്റ്റാർട്ട് ചെയ്യുന്ന കളക്ഷൻസ്. 3500 420 മില്ലി 500 മില്ലിൻ്റെ ഉള്ളിലുള്ള വരുന്ന ഐറ്റംസ് 3500 ഇന്നത്തെ റേറ്റ് വെച്ചിട്ട് പറയുന്നുള്ളതാണ്. നാളെ ഗോൾഡ് റേറ്റിൻ്റെ അനുസരിച്ച് ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ വരാം. ഓക്കെ,
ഇത്ര വലിയ പൊലിമയുള്ള ഈ ഒരു കളക്ഷൻസ് കണ്ട നിങ്ങൾ 4000 ആ റേഞ്ചിൽ വരും. 550 മില്ലി ഉണ്ട്. ഓക്കെ, 550 മില്ലി 4000 റേഞ്ചിൽ വരുന്ന ഐറ്റംസ്. ഓക്കെ നിങ്ങൾ അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കുറേ കളക്ഷൻസ് കാണാൻ പറ്റും. അടിപൊളി സാധനം. ഇതിൻ്റെ തൂക്കം എന്ന് പറയുമ്പോഴേക്ക് 600 മില്ലി. കണ്ടില്ലേ, അടിപൊളി അല്ലേ, നല്ല ഉണ്ടല്ലേ ഇതൊക്കെ. എന്ത് രസം നോക്കി നിങ്ങൾ, ക്യൂട്ടായിട്ടുള്ള രസമുള്ള ക്യൂട്ടായിട്ടുള്ള കളക്ഷൻസ്. വാവ്, സൂപ്പർ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന അടിപൊളി സാധനം കേട്ടോ. നല്ല രസമുള്ള സാധനം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. 700 മില്ലി 800 മില്ലി ഉള്ള ഐറ്റംസ്. ഇതുള്ളത് ആകെ 500 മില്ലി ഉള്ളൂ. നല്ല ഉണ്ട് കേട്ടോ, മൊഞ്ചുണ്ട്, നല്ല മൊഞ്ചായിട്ടുള്ള സാധനം എന്നൊക്കെ പറയുന്നില്ല, അങ്ങനെയുള്ള ഐറ്റംസ്. വാവ്, സൂപ്പർ എന്നൊക്കെ പറയാൻ പറ്റും. ഈ ഒരു സാധനം നിങ്ങൾ മുമ്പേ കാണുന്ന കളക്ഷൻസ് ആയിരിക്കും അല്ലേ. നല്ല രസമാണ്. 1 ഗ്രാമിൻ്റെ അടുത്ത് തൂക്കമുള്ളൂ. അടിപൊളി സാധനം. ഇവിടെ നിങ്ങൾക്ക് കുറഞ്ഞ എന്താ കൊച്ചു 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 ക്യൂട്ടായിട്ടുള്ള കളക്ഷൻസ് കാണാൻ പറ്റും. സൂപ്പർ. ഇതൊക്കെ വരുന്നുള്ള തൂക്കം എന്ന് പറഞ്ഞെങ്കിൽ ഒരു മിനിറ്റ് നോക്കട്ടെ. നല്ല ലൈറ്റ് വെയിറ്റ് ഉണ്ടാവും കേട്ടോ. യെസ്, 470 മില്ലിയാണ്. അതായത് 4000 അകത്തേ വരും അതിനൊക്കെ. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് 550 മില്ലിൻ്റെ ഒരു ഡിസൈൻ നോക്കി നിങ്ങൾ. 550 മില്ലിയാണ് ഇത് തൂക്കം വരുന്നുള്ളത്. 470 മില്ലിയാണ് ഇത് തൂക്കം വരുന്നുള്ളത്. അതുപോലെ ഈ ഒരു ഡിസൈൻ വരുന്നുള്ളത് 700 മില്ലിയാണ് ഈ ഒരു ഡിസൈൻ വരുന്നുള്ളത്. വീണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഡിസൈൻ ഇവിടെ വന്നിട്ടുണ്ട്. 500 മില്ലിൻ്റെ ഡിസൈൻ. ഓക്കെ, 500 മില്ലിൻ്റെ ഡിസൈൻ 520 മില്ലി. ഓക്കെ, അടിപൊളി. അതിൻ്റെ തൊട്ടടുത്തുള്ള എത്രയാണെന്ന് ചോദിക്കുന്നത് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വേണ്ട. 500 മില്ലിയാണ് ഇത് വരുന്നുള്ളത്. അതുപോലെ 480 മില്ലിയാണ് ഇവിടെ വരുന്നുള്ള കളക്ഷൻസ്. ലാസ്റ്റ് വരുന്ന മാത്രമേ 700 മില്ലി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രസമുള്ള അടിപൊളി സാധനങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഐറ്റംസ്. ഇതിനേക്കാളും വെറൈറ്റി ആയിട്ടുള്ള, ഇതിനേക്കാളും നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻസിലേക്ക് നമുക്ക് നേരെ മാറാം. അതാണ് ഇത് ഇവിടെ കാണുന്ന ഈ പാഡ്സിലുള്ള ഐറ്റംസ്. ഇത് ഡബിളാണ്. നേരത്തെ ഞാൻ സിംഗിളാണ് കാണിച്ചത്. ഒരു സ്റ്റഡ് മാത്രമായിരുന്നു എങ്കിൽ ഇന്ന് സ്റ്റഡും അതിൻ്റെ കൂടെ നെറ്റിങ് കൂടി വന്നിട്ടുള്ള ഐറ്റംസാണ്. അതിൽ ഫസ്റ്റ് കാണുന്ന ഈ ഒരു ഡിസൈൻ തന്നെ ആദ്യം നമുക്ക് നോക്കാം. ഇതിൻ്റെ തൂക്കമാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത്. വെറും 1 ഗ്രാം 30 മില്ലി ഉള്ളൂ. പക്ഷേ നല്ല പൊലിമയുള്ള സാധനം, നല്ല ക്യൂട്ടായിട്ടുള്ള സാധനം. ഇതാണെങ്കിൽ 1 ഗ്രാമിൻ്റെ ചുവടെ വരുന്നുണ്ട്. അതുപോലെ ഇതായത് ഒരു സ്പെഷ്യൽ സാധനം നേരത്തെ ഞാൻ പരിചയപ്പെടുത്തില്ലേ, അതിൻ്റെ തന്നെ വേറൊരു കളക്ഷൻസാണ്. നല്ല രസമുണ്ട് കേട്ടോ. ആ ഫിനിഷിങ് നോക്കി നിങ്ങൾ, അടിപൊളി ഫിനിഷിംഗ് ആണ് ഇതിൻ്റെ. ഇങ്ങനെ ഒന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ലുക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കി കിട്ടുന്നുണ്ടാവും സൂചി. നോക്കി ലുക്ക് കണ്ടില്ല നിങ്ങളെ. 1 ഗ്രാം 400 മില്ലിയാണ് ഈ സാധനം വരുന്നുള്ളത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ 2 സാധനം ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ കമ്മൽ മാത്രമായിട്ട് എടുക്കാം. അതല്ല പുറത്തൊക്കെ പോകുന്ന സമയത്ത് മാത്രം ഇത് ഇടാം. അങ്ങനെ 2 ടൈപ്പിൽ നമുക്ക് ഈ ഒരു സാധനം യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഐറ്റംസ് കേട്ടോ. അടിപൊളി സാധനം, സൂപ്പർ. നെക്സ്റ്റ് ഇതാ ഒരു കൂട് കൂടി ഇവിടെ കാണാം. വീണ്ടും ഒരു കൂട് കൂടി. ഒക്കെ 1.5 ഗ്രാമൊക്കെ തൂക്കം വരുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ 1 ഗ്രാമിൻ്റെ ചുവടെ വരുന്ന ഐറ്റംസ് നോക്കി ഞങ്ങൾ. 1 ഗ്രാമിൻ്റെ ചുവടെ വരുന്നു. അടിപൊളി സാധനം. ഇതാ ഇവിടെ നമുക്കൊരു കൊച്ചുമക്കളൊരു സൂപ്പറായിട്ടുള്ള രസകരമായിട്ടുള്ള കളക്ഷൻസ്. വാവ്, സൂപ്പർ എന്നൊക്കെ പറയാൻ പറ്റും. ഇത് നമുക്ക് ഇങ്ങനെ വെച്ച് നോക്കാം. 2 ഗ്രാം 300 മില്ലിയാണ് ഇതിൻ്റെ തൂക്കം വരുന്നുള്ളത്. 2 ഗ്രാം 300 മില്ലിക്ക് 2 ടൈപ്പിൽ നമുക്കിത് യൂസ് ആക്കാം. ഇങ്ങനെ യൂസ് ആക്കാം, ഇങ്ങനെ യൂസ് ആക്കാം. കിട്ടുന്നില്ല മോനെ. 2 ഗ്രാം 300 മില്ലി. അടിപൊളി അല്ലേ. വീണ്ടും ഒരുപാട് നല്ല നല്ല കളക്ഷൻസുകൾ നമുക്കിവിടെ താഴോട്ട് പോകുമ്പോൾ കാണാൻ പറ്റും. നല്ല നല്ല കളക്ഷൻസുകൾ ഇവിടെയൊക്കെ നോക്കി നിങ്ങൾ. എന്താ രസമല്ലേ, നല്ലുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഡിസൈൻ ഇതിലുണ്ട്. ഞാനത് ഇങ്ങനെ കാണിച്ചു തരണം. ഈ ഒരു സാധനമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ആ ഒരു സാധനം. എന്താ പറഞ്ഞാൽ അതിനൊരു വൈറ്റ് ഗോൾഡ് കോട്ടിങ് അത് കൊടുത്തതുകൊണ്ട് തന്നെ റോസ് ഗോൾഡും വൈറ്റ് ഗോൾഡും അതുപോലെ യെല്ലോ ഗോൾഡൊക്കെ മിക്സ് ആകുമ്പോഴാണ് ഭംഗി ഇച്ചിരി വർദ്ധിക്കൽ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ യെല്ലോ ഗോൾഡും വൈറ്റ് ഗോൾഡും മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ അതിന് ഭംഗി ഇച്ചിരി വർദ്ധിച്ചതുപോലെ നമുക്ക് കാണാൻ പറ്റും. നമുക്കതിൻ്റെ ഒരു ഫീലിംഗ് മനസ്സിലാക്കാൻ പറ്റും. അടിപൊളി സാധനമാണ്. ഇതിൻ്റെ തൂക്കം എന്ന് പറയുമ്പോഴേക്ക് വരുന്നത് 1 ഗ്രാം 100 മില്ലിയെ തൂക്കം വരുന്നുള്ളൂ. രണ്ടും കൂടിയിട്ടാണ് പറയുന്നുള്ളത്. നമ്മൾ ഇത് മാത്രമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അത് പാർട്ടിക്ക് പോകുന്ന സമയത്ത് മക്കൾക്ക് ഇതിട്ട് കൊടുത്താൽ മതി. അങ്ങനെ 2 ടൈപ്പിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കളക്ഷൻസ് തന്നെയാണ്. ലൈറ്റ് വെയ്റ്റിൻ്റെ സിമ്പിളായിട്ടുള്ള കളക്ഷൻസ്. നല്ല രസമാണ് കാണാൻ തന്നെ, നല്ല രസമുള്ള ഐറ്റംസ് കണ്ടില്ലേ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വീണ്ടും കുറച്ച് കളക്ഷൻസ് കാണാൻ പറ്റും. കണ്ടില്ലേ, ലൈറ്റ് വെയ്റ്റിൽ വരുന്ന കളക്ഷൻസ്. വാവ്, കണ്ടോ, അടിപൊളി അല്ലേ. ഇത് ഇവിടെ ഒന്ന് നോക്കി നിങ്ങൾ. നല്ല രസമുള്ള സാധനം, നല്ല രസമുള്ള അടിപൊളി സാധനം കേട്ടോ. കണ്ട, ഇതൊന്ന് ഞാൻ എടുക്കട്ടെ, ഒരു മിനിറ്റ്. യെസ്, 730 മില്ലിയാണ് ഇത് തൂക്കം വരുന്നത് കേട്ടോ. 730 മില്ലി. കിട്ടുന്നില്ലടാ.
കുറച്ച് അത് കറക്റ്റ് അതിൽ നിൽക്കുന്നില്ല. 230 മില്ലിയേ ഉള്ളൂ, പക്ഷെ നല്ല രസമുണ്ട്. അടിപൊളി സാധനം ഉണ്ടല്ലേ, നല്ലുണ്ട്, അടിപൊളി. അങ്ങനെയുള്ള അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് നമുക്കിന്ന് ഇവിടെ കാണാൻ പറ്റും. നല്ല ഉണ്ട്. വീണ്ടും വേറെ വൈറ്റ് ഗോൾഡ് കോട്ടിംഗ് ഒക്കെ വന്ന ഐറ്റംസുകളും കാണാൻ പറ്റും. 600 മില്ലി 700 മില്ലിയൊക്കെയാണ് ഇതൊക്കെ തൂക്കം വരുന്നുള്ളത്. ഇത് ഇന്നത്തെ വീഡിയോ നല്ല ലെങ്ത്ത് വന്നിട്ടുണ്ടാവും, അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന് കൂടുതൽ അങ്ങ് കയറി പോകുന്നില്ല. ഈ ഒരു സാധനം നല്ലുണ്ട്. ഇതൊക്കെ പരിചയപ്പെടുത്താണ്ട് പോയെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കും ഇതൊക്കെ എന്താ പറയാത്ത ആസിഫ്ഖാൻ. അതുകൊണ്ട് ഇത് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് വെയിറ്റ് പറഞ്ഞു തരാം. തൂക്കം വരുന്നുള്ളത് 1 ഗ്രാമാണ്. ഇത് തൂക്കം വരുന്നുള്ളത് 1 ഗ്രാം കേട്ടോ, 1 ഗ്രാമിൻ്റെ ഐറ്റംസ്. ഇതൊന്നും 1 ഗ്രാം വരെ അല്ല, ഇതിൽ 1/2 ഗ്രാമേ ഉള്ളൂ, 1/2 ഗ്രാമാണ് വരുന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നല്ല ലെങ്ത് ഉണ്ട് എങ്കിലും എല്ലാവരും ക്ഷമയോട് കൂടിയിട്ട് ഈ സമയം വരെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിലും നിങ്ങളത് കറക്റ്റ് നിങ്ങൾക്ക് കാണുന്ന രീതിയിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ സൗണ്ടൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. സൗണ്ടിലേക്ക് ചെറിയ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ആക്കാൻ പോവുകയാണ്. അപ്പോൾ ഗോൾഡിൻ്റെ റേറ്റ് ഇനിയും കൂടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഗോൾഡ് റേറ്റ് മാക്സിമം കഴിയുന്നത്ര പെട്ടെന്ന് നിങ്ങൾ കാശുണ്ടെങ്കിൽ ബുക്ക് ചെയ്യാൻ മറക്കണ്ട. ഗോൾഡ് റേറ്റ് കൂടും. അതുപോലെ തന്നെ സഫർ മാസത്തിൽ നമ്മൾ കാതുകുത്താനും ഗോൾഡ് എടുക്കാനും മറക്കണ്ട. സഫർ മാസം എന്ന് പറയുമ്പോൾ ഒരു ബർക്കത്തിൻ്റെ മാസം എന്നാണ് പറയുന്നുള്ളത് അല്ലേ. എന്തായാലും ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ബർക്കത്ത് ഉണ്ടാകട്ടെ, എല്ലാവർക്കും സന്തോഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നല്ലതായി കിട്ടുന്ന ആശംസിക്കുകയാണ്. ഓക്കെ ബൈ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.